ഹായ് ഹലോ എവ്രിവൺ, ഹിയർ ഐ ആം ദീപ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇന്ന് പലരും സ്കിപ്പിംഗ് ഓഫ് മീൽസ് ചെയ്യാറുണ്ട്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് വെയിറ്റ് കുറയ്ക്കുന്ന രീതി. പക്ഷെ അത് അത്ര ശരിയായ രീതിയല്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത് കൂടാതെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ മിഡ് മോർണിംഗിലും മിഡ് ഈവനിങ്ങിലും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന രീതിയായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഒരു 5 മീൽ പാറ്റേൺ. ഞാൻ ഓൾറെഡി ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്കൊരു 5 മീൽ പാറ്റേൺ ആയിട്ട് ഒരു ഹെൽത്തി രീതിയിൽ പ്രോപ്പർ വേയിൽ വെൽ ബാലൻസ്ഡ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ സ്ട്രെസ്, ഓവർ ഈറ്റിംഗ്, ഭക്ഷണം കുറെ നേരം കഴിക്കാതെ ഇരുന്നിട്ട് പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഓവർ ഈറ്റിംഗ്, അതായത് നമ്മൾ മധുരം ഒക്കെ ആണെങ്കിലും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ കാണും, കൂടുതൽ മധുരം കഴിക്കുന്നവർ കാണും. കൂടാതെ ഇന്ന് പലരും ഓയിൽ ഫ്രീ ഡയറ്റ്, അതുപോലെ ഓയിൽ ഒട്ടും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഷുഗർ ഒട്ടുമേ ഉപയോഗിക്കാതെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ, പക്ഷെ നമ്മൾ അതിന്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക, ഫുഡിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക, പകരം ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അരിയാഹാരം അവോയ്ഡ് ചെയ്തിട്ട് പകരം നമ്മൾ വീറ്റ് പ്രൊഡക്ട്സ് ആണ് കൂടുതൽ കഴിക്കുന്നതെന്ന് പറഞ്ഞാലും സെയിം അരി കഴിക്കുന്ന എഫക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫുഡിന്റെ ക്വാണ്ടിറ്റിയിലാണ്. ഫുഡിന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ നോക്കുക, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.